Good morning. Welcome to our YouTube channel Learn Easy. നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഡെക്കറേഷൻ ഫോർ ഫെസ്റ്റിവൽ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാന്ന് നോക്കാം. ടെൻസും വൺസും. ഇപ്പോൾ ഇവിടെ ഒരു നമ്പർ എഴുതാം. ഇപ്പോൾ 81. 81ലെ ടെൻസ് എത്രയാണ്? 8. വൺസിന്റെ പ്ലേസിൽ എത്രയാണ്? 1 അല്ലേ? അപ്പോ ഫസ്റ്റിലെ നമ്പർ വൺസ് ആണ്. ഇതാണ് നെക്സ്റ്റ് ഉള്ള സെക്കൻഡ് നമ്പർ ആണ് ടെൻസ്. മനസ്സിലായോ? ഒരു നമ്പറിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്താ ഫസ്റ്റിലെ നമ്പർ വൺസും സെക്കൻഡ് നമ്പർ എന്താണ്? ടെൻസ്. അപ്പൊ നെക്സ്റ്റ് നമ്പർ എഴുതാം. 35. 35ല് വൺസ് ഏതാണ്? 5. ടെൻസ് ഏതാ? 3 അല്ലേ? നെക്സ്റ്റ് 10. 10ലെ ടെൻസും വൺസും എഴുതണം. ഓക്കെ. ടെൻസിന്റെ വൺസിന്റെ പ്ലേസിൽ എന്താ നടക്കുന്നത്? 0. ടെൻസിന്റെ പ്ലേസിൽ 1. നെക്സ്റ്റ് നമ്പർ 74. 74ലെ 4 വൺസ് ആണ്, 7 ടെൻസ് ആണ്. അപ്പൊ ക്ലിയർ ആയോ? ഇത് എല്ലാവർക്കും അറിയില്ലേ ടെൻസും വൺസും? ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അഡീഷൻ എന്താണെന്നാണ്. അഡീഷന്റെ സിമ്പിൾ എന്താണ്? എങ്ങനെയാണ് നമ്മൾ അഡീഷൻ എഴുതുക? പ്ലസ്. ഇങ്ങനെ പ്ലസ് എന്നിട്ടിട്ടാണ് നമ്മൾ അഡീഷൻ റെപ്രസെന്റ് ചെയ്യാറ് അല്ലേ? അപ്പൊ നമുക്ക് ചെറിയ നമ്പർ ആഡ് ചെയ്ത് നോക്കാം. 5 പ്ലസ് 2. ഇതെങ്ങനെ നമ്മൾ ആഡ് ചെയ്യാ? നിങ്ങളുടെ അടുത്ത് 5 മിഠായി ഉണ്ട്, 5 ചോക്ലേറ്റ് ഉണ്ട്. അതിന്റെ കൂടെ അമ്മ 2 ചോക്ലേറ്റും കൂടി തന്നു. അപ്പൊ എത്ര ചോക്ലേറ്റ് ആയി? എത്ര ചോക്ലേറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യില്? 1 2 3 4 5 അല്ലേ? അമ്മ എത്ര എണ്ണം കൂടി തന്നു? 2 എണ്ണം കൂടി തന്നു. 1 2. അപ്പൊ എത്ര ഉണ്ട് ടോട്ടൽ നോക്കൂ. 1 2 3 4 5 6 7 അല്ലേ? അപ്പൊ ആൻസർ ഈസ് 7. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 8 പ്ലസ് 2 നോക്കാം. 8 പ്ലസ് 2 യുടെ നിങ്ങളുടെ അടുത്ത് എത്ര ചോക്ലേറ്റ് ഉണ്ട്? 8. 1 2 3 4 5 6 7 8 അല്ലേ? അമ്മ എത്ര എണ്ണം കൂടി തന്നു? 2 എണ്ണം കൂടി തന്നു. അപ്പോ 1 2 3 4 5 6 7 8 9 10. ആൻസർ ഈസ് 10. പിന്നെ 2 ചോക്ലേറ്റ് കൂടി തന്നു അല്ലെ? ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 0 പ്ലസ് 2 2. 0 മിഠായി ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ ഒരു 2 മിഠായി കൂടി തന്നാ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ എത്രയുണ്ട്? 2 അല്ലേ? 1. 1ന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് അർത്ഥം 0. ആ 1ഉം 0 കൂടി ചേർത്താ 1. ഇപ്പൊ എത്ര ആൻസർ കിട്ടി? 12. മനസ്സിലായോ? 0 പറഞ്ഞ എന്താ അർത്ഥം? ഒന്നുമില്ല അല്ലെ കയ്യില്, നമ്മളെ കയ്യില്. അതിന്റെ കൂടെ 2 മിഠായി തന്നാ 2. ഇവിടെ എന്ത് ചെയ്യണ? ഇവിടെ 1 മിഠായി കയ്യിലുണ്ട്, പിന്നെ ഒന്നും തന്നില്ല. അപ്പൊ 1ന് നമ്മൾ ഇങ്ങോട്ട് എഴുതി. അപ്പൊ എത്ര ആൻസർ? 12. നമുക്ക് ഇത് നോക്കി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12. സെയിം. ഇങ്ങനെ വലിയ നമ്പർ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിപ്പോ നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ. 10 പ്ലസ് 5 ആണെങ്കിലോ നോക്കൂ. ഇങ്ങനെ ചെയ്ത് നോക്കാം. 0 പ്ലസ് 5 5. 0 പറഞ്ഞാൽ ഒന്നുമില്ല അല്ലേ? അപ്പൊ 5 മിഠായിയാണ് തന്നെ. അപ്പൊ 5 1 പ്ലസ് ഇവിടെ ഒന്നുമില്ല, ഒന്നും തന്നില്ല അല്ലേ? അപ്പൊ 1 പ്ലസ് 0, ഇവിടെ 0 എന്നാണ്, ഒന്നുമില്ല എന്നുള്ളതിന്റെ അർത്ഥം 0. അപ്പൊ 1 പ്ലസ് 0 1 50. ഓക്കെ ആയോ? നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. 11 പ്ലസ് 4. ഇതൊന്ന് ചെയ്ത് നോക്കൂ. 4 പ്ലസ് 1, 4ന്റെ കൂടെ 1 കൂടി ചേർത്താ എത്രേ? 1 2 3 4 അല്ലേ? 1 കൂടി ചേർത്താ 5. 5. 1ന്റെ കൂടെ ചേർക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ 1നെ ഇങ്ങനെ നേരെ താഴെ. 20 പ്ലസ് 10. 0 പ്ലസ് 0 0.
ഒന്നുമില്ല അല്ലേ, നമുക്ക് ആഡ് ചെയ്യാൻ ഒന്നുമില്ല. സീറോയുടെ കൂടെ സീറോ ചേർത്താൽ എന്താണ്? 0. 2 + 1 3. 2ന്റെ കൂടെ 1 ചേർത്താ എത്രയായി? 1 2 3 30. അപ്പൊ മനസ്സിലായോ ആഡ് ചെയ്യാൻ? ആഡ് ചെയ്യാന്ന് പറഞ്ഞ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രം ഉണ്ട് വിചാരിക്കുക അല്ലെ. ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? 20 ചോക്ലേറ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യില്. ആ ബോക്സിൽ എത്ര ഉണ്ട്? 20 ചോക്ലേറ്റുകൾ ഉണ്ട്. ആ 20 ചോക്ലേറ്റിന് ഇവിടെ എത്രയുണ്ട്? 20 ചോക്ലേറ്റ് ഉണ്ട്. ആ 20 ചോക്ലേറ്റിന്റെ കൂടെ ആരെ തരികയാണ്? അമ്മ ഇതിലേക്ക് ഒരു 10 ചോക്ലേറ്റ് കൂടി ഇടാണ് അല്ലേ. 10 ചോക്ലേറ്റ് കൂടി ഇതാ ഇങ്ങനെ ഇടാണ് അമ്മ. അപ്പൊ ടോട്ടൽ എത്രയുണ്ട് എന്നാ ചോദിക്കുന്നത്. അപ്പൊ എത്രയുണ്ട്? 30. അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഡ് ചെയ്യാണ്. മനസ്സിലായോ? ഇപ്പൊ നമ്മള് വൺസ് പഠിച്ചു, ടെൻസ് പഠിച്ചു, അഡീഷനും പഠിച്ചു അല്ലെ, ആഡ് ചെയ്യാനും പഠിച്ചു അല്ലേ. മീൻസില് 3 ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതില് 3 ടെന്നുകൾ ഉണ്ട് അല്ലെ. 1 2 3 3 ടെന്നുകൾ ഉണ്ട്. അതാണ് 3 ടെൻസ് ആണ്. 4 വൺസ് ആണ് നമ്മൾ പഠിച്ചതല്ലേ. 3 ടെൻസ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതില് 3 ടെന്നുകൾ ഉണ്ട്. പിന്നെ എത്ര വൺസ് ഉണ്ട്? 4 വണ്ണുകളുണ്ട്. ഇതാണ് ഇതിന്റെ അർത്ഥം. 3 10 പറഞ്ഞാൽ എത്രയാണ്? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 3 10 പറഞ്ഞാൽ എത്രയാ? നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ പഠിച്ചിട്ടില്ലേ ഇവിടെ ചെയ്യാല്ലേ. 10 + 10 + 10 അല്ലേ. 3 ടെന്നുകളാണ്. 0 0 0. ഈ 3 0 ആഡ് ചെയ്ത് എന്താ കിട്ടുക? 0 1 2 3 3 30. 3 ടെന്നുകളെ ആഡ് ചെയ്താ 30 + 1 2 3 4 4. ഈ 34 നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. 30 + 4 34. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അപ്പൊ 25 നമുക്ക് എന്ത് എഴുതാം? പറയൂ. 25 ടെൻസ് എത്രയാണ്? 2 ആണ്. വൺസ് 5. അപ്പൊ ഇതിൽ എത്ര ടെന്നുകൾ ഉണ്ട്? 2 ടെൻ അല്ലേ. 1 2 ടെന്നുകൾ. 2 10 പറഞ്ഞാ എത്ര ആഡ് ചെയ്ത് നോക്കൂ? 0 0 ഇങ്ങനെ ആഡ് ചെയ്യണോ? 10 + 10 0 0 0 1 1 2. 20 ടെന്നുകൾ ഉണ്ട്. 1 2 3 4 5 5 അല്ലേ. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. മനസ്സിലായോ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 6 ഡെക്കറേഷൻ ഫോർ ഫെസ്റ്റിവൽസ്. ഇവിടെ കണ്ടു കുറേ കുട്ടികള് എന്തുണ്ടാക്കുന്നുണ്ട്? പൂക്കൾ ഉപയോഗിച്ച് മാല ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനത്തെ മാലയ്ക്ക് എന്താ പറയാ? ഗാർലൻഡ്സ്. നോക്കാം. ഡെക്കറേഷൻ ഫോർ സെലിബ്രേഷൻ. Rohan and his friends need garlands to decorate their homes for celebration. റോഹനും അവരുടെ ഫ്രണ്ട്സും കൂടിയിട്ട് എന്തുണ്ടാക്കാണ്? ഗാർലൻഡ്സ് ഉണ്ടാക്കുകയാണ് വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈച്ച് ഗാർലൻഡ്സ് ഹാസ് 10 flowers. ഓരോ മാലയിലും എത്ര ഫ്ലവർ ഉണ്ട്? 10 ഫ്ലവർ ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 അല്ലേ. Complete the given table with the help of the above picture. ഈ above പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യണം? താഴെ തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാ പറയുന്നത്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഈ പിക്ചർ എടുത്തോളൂ. റോഹന്റെ അടുത്ത് നമ്പർ ഓഫ് ഗാർലൻഡ്സ് എത്ര ഗാർലൻഡ്സ് ഉണ്ട് നോക്കാം. റോഹന്റെ അടുത്ത് എത്ര ഗാർലൻഡ്സ് ഉണ്ട്? 1 ഗാർലൻഡ്സും ഉണ്ട്. 2 ഫ്ലവേഴ്സ് പെൻഡിങ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കത് ഇവിടെ എഴുതാം. റോഹന്റെ അടുത്ത് നമ്പർ ഓഫ് ഗാർലൻഡ്സ് 1. എത്ര ഫ്ലവർ പെൻഡിങ് ആണ്? ബാക്കി ഉണ്ടായ 2. അപ്പോ നമ്പർ ഓഫ് ഗാർലൻഡ്സ് 1 പറഞ്ഞാ എന്താ അതിനർത്ഥം? 1 ഗാർലൻഡിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞേ? 10 ഫ്ലവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ. ടോട്ടൽ 10 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോ 1 10 10. ടോട്ടൽ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്രയെന്നാ ചോദിക്കുന്നത്. ഇതില് 10 ഫ്ലവേഴ്സ് ഉണ്ട്, പിന്നെ 2 ഫ്ലവേഴ്സ് ബാക്കിയുണ്ട്. അപ്പൊ 10 + 2 12. 1 2 3 4 5 6 7 8 9 10 നമ്പർ വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 2 നമ്പർ. അപ്പൊ എത്രയായി ടോട്ടൽ? കൗണ്ട് ചെയ്ത് നോക്കൂ. ഇവിടെ നമ്മൾ 10 1 2 3 4 5 6 7 8 9 10 11 12 അല്ലേ. കറക്റ്റ് അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ ചെയ്യാം?
എങ്ങനെയാ ചെയ്യാ? 10 പ്ലസ് 2 എവിടെ എഴുതണ്ടേ? വൺസിന്റെ പ്ലേസിൽ. 10ല് 0 വൺസിന്റെ പ്ലേസിലും 1 എന്താണ് ടെൻസിന്റെ പ്ലേസിലും അല്ലേ? നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണല്ലേ. 0 പ്ലസ് 2 2 1ന്റെ കൂടെ ആഡ് ചെയ്യാൻ ആരുമില്ല. അപ്പോൾ 1 എത്ര കിട്ടി? 12. ക്ലിയർ ആണോ? ഇനി നെക്സ്റ്റ് സിമ്രാന്റെ അടുത്ത് എത്ര നമ്പർ ഓഫ് ഗാർലൻസ് ഉണ്ട് നോക്കൂ. അതുപോലെ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എത്ര പെൻഡിങ് ഉണ്ട് നോക്കണം അല്ലേ. സിമ്രാന്റെ അടുത്ത് എത്രയുണ്ട്? 1 2 3 ഗാർലൻസ് ഉണ്ട്. 1 2 3 4 5 6 7 ഫ്ലവേഴ്സ് പെൻഡിങ് ഉണ്ട് അല്ലേ. നമ്പർ ഓഫ് ഗാർലൻസ് ഉണ്ട് 7. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് പെൻഡിങ് ഉണ്ട് 3 ഗാർലൻസ് പറഞ്ഞാൽ എത്രയാണ്? 3 മാലകൾ ഉണ്ട് അല്ലേ. ഈ 3 മാലകളിലും ഓരോ മാലയിലും എത്രയുണ്ട്? 10 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ എത്രയുണ്ട്? 10 10 10 3 ടെന്നുകൾ ചേർന്നിട്ടുണ്ട് അല്ലെ മാലകളില് ഫ്ലവേഴ്സ്. അപ്പോ 0 0 0 0 1 2 3 30 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പോ 30 ഫ്ലവേഴ്സ്. പിന്നെ എത്ര ഫ്ലവർ പെൻഡിങ് ഉണ്ട്? 7. 30 പ്ലസ് 7 എങ്ങനെ എഴുതുക? 30 ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യുക 7. 0 പ്ലസ് 7 7. 3യുടെ കൂടെ ആരെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇല്ല. ഒന്നുമില്ല പറഞ്ഞ അവിടെ അർത്ഥം 0. 37. ക്ലിയർ ആയോ? മനസ്സിലായോ? ആകാശിന്റെ അടുത്ത് എത്രയാണുള്ളത് നോക്കാം. ആകാശിന്റെ അടുത്ത് എത്ര ഗാർലൻസ് ഉണ്ട് നോക്കൂ. പിക്ചറിൽ എല്ലാരും നോക്കൂ. 1 2 3 4 ഗാർലൻസ് ഉണ്ട്. അതുപോലെ തന്നെ 1 2 3 4 5 6 7 8 ഫ്ലവർ പെൻഡിങ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എഴുതാം 4 ഗാർലൻസ് ഉണ്ട് 8 ഫ്ലവർ പെൻഡിങ് ഉണ്ട്. 4 ഗാർലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗാർലൻസിലെ 10 ഫ്ലവർ. അപ്പൊ അങ്ങനെ 4 ടെന്നുകൾ ഉണ്ട് അല്ലെ. 4 ടെന്നുകൾ ആഡ് ചെയ്ത് എത്രയാ നിങ്ങൾ വേഗം പറയൂ. 0 1 2 3 4 4 ഈസി ആണല്ലേ. 4 10 ആയപ്പോ 40. ഇപ്പൊ നമ്മൾ 3 10 ആയപ്പോ 30. 1 10 ആയപ്പോ 10. എളുപ്പമാണല്ലേ. ഇനി 40 എത്ര പെൻഡിങ് ഉണ്ട്? 8 ഫ്ലവേഴ്സും കൂടി. അപ്പൊ ഈ 40 ഫ്ലവേഴ്സിന്റെ കൂടെ നമ്മൾ ഈ 8 ഫ്ലവറിനെ കൂടി ആഡ് ചെയ്യണ്ടേ? അപ്പൊ എത്ര നോക്കാം? 0 പ്ലസ് 8 8. 4ന്റെ കൂടെ ആരുമില്ല ആഡ് ചെയ്യാൻ. 48. ക്ലിയർ ആയോ? അപ്പൊ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സുവാലിയുടെ അടുത്ത് എത്രയുണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് പറയൂ. എത്ര ഗാർലൻസ് ഉണ്ട്? വെരി ഗുഡ്. 5 ഗാർലൻസ് ഉണ്ട് അല്ലെ. ഇനി എത്ര പെൻഡിങ് ഉണ്ടെന്ന് നോക്കൂ. സുവാലിന്റെ അടുത്ത് ഫ്ലവേഴ്സ് എത്ര പെൻഡിങ് ഉണ്ട്? 3. അപ്പോ 5 ടെന്നുകൾ ഉണ്ട് അല്ലെ. 5 മാലകൾ ഉണ്ട് അതില്. ഈ 5 മാലകളിലും 5 ടെന്നുകളും ഉണ്ട്. 1 2 3 4 5 മാലകളുണ്ട്. 5 10 പറഞ്ഞ 50. നമ്മൾ നേരത്തെ ആഡ് ചെയ്തതല്ലേ. 5 ടെന്നുകൾ എഴുതി നോക്കുക, ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ. അത് കൂടെ 3യും കൂടി ആഡ് ചെയ്യും. 50 പ്ലസ് 3. 0 പ്ലസ് 3 3. 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആ 3 ഫ്ലവറും കൂടി കൂട്ടിയാ 3. 5ന്റെ കൂടെ ആരുമില്ല ആഡ് ചെയ്യാൻ. 5നെ നമ്മൾ നേരെ ഇവിടെ എടുത്ത് എഴുതുക 53. ഓക്കെ അല്ലേ. ഇനി ജാവേദിന്റെ അടുത്ത് എത്രയുണ്ട് ഗാർലൻസ് നോക്കൂ. 4 ടെന്നുകൾ ഉണ്ട് അല്ലെ. ഒരു ടെന്നില് ഒരു മാലയില് 10 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ 4 10 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 3 ആഡ് ചെയ്തിട്ട് പറയൂ എത്രയാ? 43. വെരി ഗുഡ്. ഇനി സോഹയുടെ അടുത്ത് എത്ര നമ്പർ ഓഫ് ഗാർലൻസ് ഉണ്ട് നോക്കിയിട്ട് പറയണേ. പിക്ചറിൽ നോക്കിയിട്ട് എഴുതണേ. വെരി ഗുഡ്. 2 10 പറഞ്ഞ 20. നമ്പർ ഓഫ് ഫ്ലവേഴ്സ് എന്താണ്? ഒന്നുമില്ല അല്ലെ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ 0. 20 പ്ലസ് 0. 20 കൂടെ ആഡ് ചെയ്യാൻ ആരും ഇല്ല ഫ്ലവേഴ്സ്. അപ്പം 20 തന്നെ. 20 പ്ലസ് 0. ഇവിടെ ഇങ്ങനെ 0 എഴുതുമ്പോ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വൺസിന്റെ പ്ലേസിൽ തന്നെ എഴുതണം കേട്ടോ. ടെൻസും വൺസിന്റെയും പ്ലേസുകൾ മാറിപ്പോവാൻ പാടില്ല. 0 2. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, how many flowers are used by Rohan and Swali together? റോഹനും സ്വാലിയും കൂടിയും എത്ര ഫ്ലവേഴ്സ് യൂസ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കേണ്ടത്.
റോഹൻ എന്താ പറഞ്ഞേ? ഐ ഹാവ് 10 + 2 12 ഫ്ലവേഴ്സ്. എന്റെ കയ്യിൽ 12 ഫ്ലവേഴ്സ് ഉണ്ടെന്ന് പറയാണ്. അപ്പോ സ്വാലി പറഞ്ഞു എന്റെ കയ്യിൽ എത്രയുണ്ട്? 50 + 3 53 ഫ്ലവേഴ്സ് ഉണ്ട് എന്ന്. റോഹൻ ബ്രിങ്സ്, റോഹന്റെ അടുത്ത് എത്രയാണ്? ആ പിക്ചർ നോക്കിയിട്ട് പറയൂ. 1 ഗാർലൻസും 2 ഫ്ലവേഴ്സ് പെൻഡിങ് ഉണ്ട്. അത് നമ്മളെ നേരത്തെ ആഡ് ചെയ്തു അല്ലെ? അപ്പൊ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ? ഇതില് 10 ഫ്ലവേഴ്സ്, പിന്നെ 2 ഫ്ലവേഴ്സ് 12. സ്വാലിയുടെ അടുത്തോ? പിക്ചറിൽ നോക്കിയിട്ട് പറയൂ. 5 ഗാർലൻസ്. 5 ഗാർലൻസ് പറഞ്ഞാൽ 5 ടെന്നുകൾ ഉണ്ട്. 5 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 50. 50 + 3 53. ഇനി രണ്ടുപേരുടെ അടുത്തും കൂടി എത്ര ഉണ്ടെന്നാണ് നമ്മൾ പറയേണ്ടത്. സ്വാലി ആൻഡ് റോഹൻ ടുഗദർ ബ്രിങ്. ഇവിടെ എത്ര ടോട്ടൽ എത്ര നമുക്ക് മാലകൾ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ 1 മാല ഉണ്ട് റോഹന്റെ അടുത്ത്, സ്വാലിയുടെ അടുത്ത് 5. 5 + 1 6 അല്ലെ? നിങ്ങൾക്ക് ഡൗട്ട് അങ്ങനെ കൗണ്ട് ചെയ്യാൻ ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നമ്പർ ഇടുക 1. പിന്നെ എത്ര എണ്ണുണ്ട്? 5. 1 2 3 4 5. എന്നിട്ട് ടോട്ടൽ ലൈൻസ് എത്ര ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര കിട്ടിയത് നിങ്ങൾക്ക്? 6. അപ്പൊ 6 മാലകളുണ്ട്. പിന്നെ എത്ര ഫ്ലവേഴ്സ് പെൻഡിങ് ഉണ്ട്? 2. ഇവിടെ 3യും അല്ലേ? റോഹന്റെ അടുത്ത് 2 ഉണ്ട്, സ്വാലിയുടെ അടുത്ത് 3. ടോട്ടൽ എത്രയാ? 2 + 3. 2 + 3 ഒന്ന് നോക്കൂ, എത്ര ആഡ് ചെയ്ത് നോക്കൂ. 5. വെരി ഗുഡ്. അപ്പൊ 6 ഗാർലൻസ് ഉണ്ട്, 5 ഫ്ലവർ ഉണ്ട് അല്ലെ? 6 ഗാർലൻസ് പറഞ്ഞാൽ 6 ടെന്നുകൾ ഉണ്ട്, അങ്ങനെയല്ലേ? 6 10 എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്ത് നോക്കൂ. 60. 60 + 5 ഫ്ലവർ പെൻഡിങ് 65. ഇപ്പൊ ക്ലിയർ ആയോ? ഇതിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. 12. ഇവിടെ റോഹന്റെ അടുത്ത് ടോട്ടൽ 12 ഫ്ലവേഴ്സ് ഉണ്ട്, സ്വാലിയുടെ അടുത്ത് 53 ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? ഇത് രണ്ടിനെയും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 12 + 53. ആദ്യം എന്ത് ചെയ്യണം? വൺസിനെ ആഡ് ചെയ്യുക. 2 + 3. നോക്കൂ, 2 ആദ്യം 2 വര വരയ്ക്കുക, പിന്നെ 3 വര അല്ലെ? ടോട്ടൽ എത്രയുണ്ട്? 5. വെരി ഗുഡ്. 5 + 1 എത്രയാ? 6. 65. കറക്റ്റ് അല്ലേ? ആദ്യം വൺസ് ആഡ് ചെയ്യുക, പിന്നെ ടെൻസ് ആഡ് ചെയ്യുക. മനസ്സിലായില്ലേ? ഹൗ മെനി ഫ്ലവേഴ്സ് ആർ യൂസ്ഡ് ബൈ സോഹ ആൻഡ് ജാവേദ്? ഇനി നമ്മൾ സോഹയുടെയും ജാവേദിന്റെയും കാര്യമാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ പറയണേ. സോഹയുടെ കയ്യിൽ എത്ര ഗാർലൻസ് ഉണ്ട്? 2. 2 10 എന്ന് പറയുമ്പോ വെരി ഗുഡ് 20. പിന്നെ ഒരു ഫ്ലവറും ബാക്കിയില്ലേ അല്ലെ? അപ്പൊ 0. 20 + 0 20. ജാവേദിന്റെ അടുത്ത് എത്ര ഉണ്ട്? 4 ഗാർലൻസ്. 4 ഗാർലൻസ് പറഞ്ഞാൽ ഓരോ ഗാർലൻസിനും 10 ഫ്ലവർ ഉണ്ട്. 4 10 പറഞ്ഞാൽ 40. 40 + 3 എത്ര ഫ്ലവർ ബാക്കിയുണ്ട്? 3 ഫ്ലവർ. അപ്പൊ 43. മനസ്സിലായോ? ഡാഡി ഇത് നോക്കണേ. നിങ്ങൾ ആഡിഷൻ ഡെയിലി ഒരു 5 നമ്പർ എങ്കിലും എടുത്തിട്ട് ആഡ് ചെയ്യാൻ അമ്മയോടോ അച്ഛനോടോ എഴുതി തരാൻ പറയാ 5 നമ്പർ. എന്നിട്ട് എപ്പോഴും ആഡ് ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്ക് അത് നന്നായി പഠിയുള്ളൂ കേട്ടോ. ഡെയിലി ചെയ്യണേ. ഇനി സോഹയുടെ അടുത്തും ജാവേദിന്റെ അടുത്തും കൂടി എത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ എത്ര മാല ഉണ്ട് രണ്ടുപേരുടെ അടുത്തും? 2 + 4. 2 + 4 1 2. 1 2 3 4. എത്രയാണ് ടോട്ടൽ? 1 2 3 4 5 6. 6. എത്ര ഫ്ലവർ പെൻഡിങ് ഉണ്ട്? സോഹയുടെ അടുത്ത് ഒന്നുമില്ല, ജാവേദിന്റെ അടുത്ത് 3. അപ്പൊ ടോട്ടൽ 3. അങ്ങനെയും നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? അപ്പോ 6 ഗാർലൻസ് പറഞ്ഞാൽ 60. 60 + 3 63. ഇതിനെ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? ഇങ്ങനെ ആഡ് ചെയ്യാം അല്ലേ? 20 ഫ്ലവർ സോഹയുടെ അടുത്തും ജാവേദിന്റെ അടുത്ത് എത്രയുണ്ട്? 43 ഫ്ലവർ ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ഫ്ലവർ ഉണ്ട് രണ്ടുപേരുടെ അടുത്ത് നോക്കാൻ? നമുക്ക് എന്ത് ചെയ്യാം? ഒരു ബോക്സിലേക്ക് സോഹ എന്ത് ചെയ്യാണ്? സോഹയുടെ അടുത്തുള്ള 20 ഫ്ലവേഴ്സും ഇതാണ്. 20 ഫ്ലവേഴ്സ് ഇട്ടു. ഓക്കെ. ജാവേദ് എന്ത് ചെയ്യാണ്? ജാവേദും ആ ബോക്സിലേക്ക് ജാവേദിന്റെ കയ്യിലുള്ള എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 43 ഫ്ലവേഴ്സും ഇട്ടു. ടോട്ടൽ ഈ ബോക്സിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 43 + 20 എന്ന് എഴുതാം. ഇല്ലെങ്കിൽ എങ്ങനെ എഴുതാം? 20 + 43 എന്ന് എഴുതാം.
എങ്ങനെ എഴുതിയാലും എന്താണ് ഈ ബോക്സിന്റെ ഉള്ളിൽ സെയിം ആവില്ലേ? നിങ്ങൾക്ക് അച്ഛൻ കം 3 + 0 3 4 + 2 4 കഴിഞ്ഞാൽ 5 6 അല്ലേ? 6 4 + 2 63. Total number of flowers used by Soha and Akash. ഇനി ആകാശും സോഹയുടെയും കയ്യിൽ എത്രയുണ്ട് എന്നാണ് നമ്മൾ പറയാവുന്നത്. സോഹയുടെ അടുത്ത് നമ്മൾ പറഞ്ഞു 2 garlands 0 flower. 2 garlands പറഞ്ഞാൽ 20 flowers plus 0 20. ആകാശിന്റെ അടുത്തോ ആ പിക്ചറിൽ നോക്കൂ 4 garlands. 4 garlands പറഞ്ഞാൽ 4 ടെന്നുകൾ ഉണ്ട്. ഓരോ ഗാർലൻഡിലും 10 ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ 4 10 40. എത്ര ഫ്ലവർ ഉണ്ട്? 8. 40 + 8 48. ഇനി രണ്ടുപേരുടെ അടുത്തും കൂടി നമ്മൾ എത്രയുണ്ട്? ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കുക. എത്രയാണ്? 1 ഇതില് 2 അല്ലേ? 2 ഗാർലൻഡ്സ് 3 4 5 6 ഗാർലൻഡ്സ്. രണ്ടുപേരും കൂടി കൂടിയ എത്രയാണ്? 8 ഫ്ലവേഴ്സ്. 60 + 8 68. ഇതിന് നമുക്ക് ഇങ്ങനെയും ആഡ് ചെയ്യാം. 48 + 20 8 + 0 8 4 + 2 4 ലൈൻ ഇട്ട് നോക്കുക. പിന്നെ 2 ലൈൻ. ടോട്ടൽ എത്ര നമ്പർ ലൈനുകൾ ഉണ്ട്? 6 68. What is the total number of flowers used by Rohan and Simran? ഇനി റോഹന്റെയും സിമ്രാന്റെയും അടുത്തുള്ള കാര്യമാണ് പറയുന്നത്. റോഹന്റെ അടുത്ത് എത്ര ഉണ്ട്? 1 garlands. 1 garlands പറഞ്ഞാൽ 10 flower plus 2 flower പെൻഡിങ് ഉണ്ട് അല്ലേ? 2 10 + 2 എത്രയാ കിട്ടിയേ? 12. നമ്മൾ എങ്ങനെ ആഡ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞല്ലേ? 10 + 2 നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. 0 + 2 2 1 1ന്റെ കൂടെ ആരും ആഡ് ചെയ്യാനില്ല. അപ്പൊ 1ന് നമ്മൾ താഴെ എഴുതിയിട്ടില്ലേ? 12. ഇനി സിമ്രാൻ ബ്രിങ്സ്. സിമ്രാന്റെ അടുത്ത് എത്രയുള്ളത്? 3 garlands 7 flowers. 3 garlands പറഞ്ഞാൽ 3 ടെന്നുകൾ. 3 10 പറഞ്ഞാൽ 30. 30 + 7 ആഡ് ചെയ്ത് നോക്കൂ. 37. വെരി ഗുഡ്. ഈ രണ്ടുപേരുടെ അടുത്തും കൂടി എത്ര ഉണ്ട്? 1 + 3. 1 + 3 എത്രയാ? പറയൂ. വെരി ഗുഡ്. 4. 2 + 7 7 ലൈൻ. 1 2 3 4 5 6 7 7 ലൈൻ ഇടാ. പിന്നെ 2 ലൈൻ. ടോട്ടൽ എത്രയായി? 7 8 9 ഫ്ലവേഴ്സ്. ഇനി ഇതിനെ ആഡ് ചെയ്യുമ്പോ 4 ഗാർലൻഡ്സ് പറഞ്ഞാൽ 4 ടെന്നുകൾ ഉണ്ട്. 4 ടെന്നുകൾ എന്ന് പറയുമ്പോ 40 + 9 ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ പെൻഡിങ്. 40 + 9 49. അതെങ്ങനെയാ നമ്മൾ ആഡ് ചെയ്തേ? 40 + 9 0 + 9 9 4ന്റെ കൂടെ ആരുമില്ല ആഡ് ചെയ്യാൻ. അപ്പൊ 49. വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തിയ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.